How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? The way they look at me and mine, and when your smile creates that dimple, I tend to be used as your pillow. So just breathe. Breathe in, release, you know that's all you need. I can't describe your eyes, but when they're looking at me, my heart, it beats and I can't seem to dream. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. Your fingers are mine as they intertwine. You're telling me words unspoken. Our fingers align as they intertwine. You break my heart wide open. Once again, good evening to all, and I welcome you all to this wedding reception of Chandu and Megha, bride and groom, and their wedding reception. And I welcome you all to their calls for a grand celebration. And it's my distinct pleasure to introduce to you for the very first time Chandu and Megha as husband and wife. So let's please rise and give them a warm welcome. So please all rise and give them a big round of applause. So നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്നുകൊണ്ട് ഒരു നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ബ്രൈഡ് ഗ്രൂമിനെ വെൽക്കം ചെയ്യാം. Baby, you're worth the fight. A very hearty congratulations to both of you. Very, very congratulations on this very special day. എങ്ങനെയാണ് ഫസ്റ്റ് കണ്ടുമുട്ടിയത്? എങ്ങനെയാണ് അവർ പരസ്പരം പരിചയപ്പെട്ടത്? ആ ഒരു ഫസ്റ്റ് മൊമെന്റ് എങ്ങനെയായിരുന്നു?
ഗിരി. ഹലോ. പറ്റി പറയാമെങ്കിൽ ഞാൻ ചന്ദ്രദാസിനെ BTCL കണ്ടു കുട്ടിയത്. BTCL ചുമന്നില്ല കഴിഞ്ഞിട്ടെല്ലാം തുടങ്ങുന്നത്. പിന്നെ അത് പറഞ്ഞത് DPCL-ൊന്നും തരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മുംബൈ പോയി വേണം പിന്നെ നമുക്ക് ഇവരുടെ തമ്മിൽ പരസ്പരം എന്തുമാത്രം ഇവര് ഒരു മനപ്പൊരുത്തം പറയില്ലേ, അല്ലെങ്കിൽ ഇവരെന്തുമാത്രം തമ്മിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്ന് നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇനി നിങ്ങൾക്ക് ആഡ് ചെയ്യാനായിട്ട് എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ലൈക്ക് ഫേവറേറ്റ് കളർ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ടത്, പരസ്പരം. സോ നമ്മുടെ കളറ് സീസണലാണ്, ഇടയ്ക്കിടയ്ക്കിനെ മാറും. ഇപ്പൊ ഈ കളറാണ്. September 1994. November 5, 1994. Number 23. നമുക്ക് മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചോദിക്കണം അല്ലേ? ജയദേവൻ ചന്ദന മേഘ എത്രത്തോളം ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് അറിയാനായിട്ട് ഞാൻ ചന്ദുവിൻ്റെ കുട്ടിക്കാലത്തെ ചില നുറുങ്ങ നിമിഷങ്ങൾ, വികൃതികൾ, ചില അതിനൊരു ചോദ്യം ചോദിക്കാം. ചന്തു എൻ്റെ അനിയൻ എന്തെന്ന് വിളിക്കാൻ അറിയോ? മേഘി. ചന്തു ശരത്തിന്റെ അമ്മേനെ വിളിക്കാൻ അറിയോ? ഞാൻ മൈക്ക് ശരത്തിന് കൈമാറാം. എനിക്ക് 2-3 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്, കുറച്ചുകൂടി സെറ്റ് ആവട്ടെ. ഈ ചോദ്യങ്ങളുടെ നിലവാരം എത്രയുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം ഞാൻ അത് ചോദിക്കാം. ഹലോ. അപ്പോ മേഘ, നമ്മുടെ ചന്തു ഞങ്ങളിലൊക്കെ ഭയങ്കര നിഷ്കളങ്കനാണ്. എന്ത് വലിയ പ്രശ്നം ഉണ്ടായാലും ചന്തു വെറുതെ ചിരിക്കുന്നു. സിമ്പിളായിട്ട് വെറുതെ ചിരിക്കും. ചന്തു സ്വാഭാവികമായിട്ട് ചിരിക്കുമ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ സൗണ്ട്, ആ സൗണ്ട് കേട്ടപ്പോ മേഘ എന്താണ് ആദ്യം തോന്നിയത്? ചന്തു ചന്തു നമ്മള് ചന്തുവിന്റെ കാര്യം വീട്ടിൽ അവതരിപ്പിച്ചപ്പോ എന്തായിരുന്നു വീട്ടിലൊരു റെസ്പോൺസ്? കഥ പറയണ്ട വൺ ലൈനർ. ഞാൻ വീഡിയോ കോളിൽ കൂടെ പറഞ്ഞത് മുംബൈയിൽ വെച്ചിട്ട്. അതൊരു ലഞ്ച് ബ്രേക്കിലാണ് പറഞ്ഞത്, അതേ സമയം ഉണ്ടായിരുന്നില്ല. ഡീറ്റെയിൽസ് മേടിച്ചു. ഞാനൊന്ന്
ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്ന ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് ഫോട്ടോസും അതായിരുന്നു. ചന്തു എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ചന്തു ആദ്യം മേഘയെ പ്രപ്പോസ് ചെയ്തപ്പോൾ മേഘ റിജക്ട് ചെയ്തു. അതെന്താ റിജക്ട് ചെയ്യാൻ കാരണം? ഭയങ്കര ചൊറിയായിരുന്നു. പിന്നെ ആ ചൊറി മാറി ഇഷ്ടമായതപ്പോഴാണ് അത് അല്ല, അത് ഞങ്ങൾ വേറെ വേറെ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു BPCL. ഡിപ്പാർട്ട്മെന്റ് മാറിയപ്പോ ചൊറി മാറിയോ? അല്ല, പിന്നെ ഒരേ ഡിപ്പാർട്ട്മെന്റ് വന്നു. അപ്പൊ ചൊറി കൂടി കൂടി പിന്നെ കുഴപ്പമില്ലാതെ വെറുത്തിന്റെ അവസാനം ചന്തു ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് മേഘയുടെ അടുത്ത് ഇതുകൂടി മേഘയുടെ അടുത്തുള്ള ഏറ്റവും റൊമാൻറ്റിക് ആയിട്ട് മേഘയുടെ അടുത്ത് ചെയ്ത ഒരു കാര്യമായിട്ട് തോന്നുന്നു. ലൈക്ക് ഒരു ബർത്ത്ഡേക്ക് വിഷ് അല്ലെങ്കിൽ ആനിവേഴ്സറിക്ക് ഓർത്തൊരു അപ്പൊ മേഘയ്ക്ക് ഭയങ്കരമായിട്ട് ഫീൽ തോന്നി. ചന്തുവിന് ആ ഒരു മനസ്സിന് ഇഷ്ടം ഫുള്ള് ഭയങ്കരമായിട്ട് പ്രണയം തോന്നിയ ഒരു ചന്തുവിന് എന്തെങ്കിലും ഒരു കർത്തവ്യം ഒന്ന് പറയാമോ? അത് നമ്മുടെ വീട്ടിൽ ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാം സെറ്റായി ഏകദേശം. ചന്തു എന്റെ ബർത്ത്ഡേക്ക് മുംബൈയിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ഒരു റിംഗ് ഒക്കെ വാങ്ങി വന്നു പ്രപ്പോസ് ചെയ്യാൻ. പക്ഷെ ആ റിംഗ് എന്റെ ബാഗിലായിട്ടേ ഞാൻ എന്റെ റൂമിലേക്ക് തപ്പിട്ട് എനിക്കത് കിട്ടി. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പനോട് അഭിനയിച്ചോ കാണാത്തപ്പോ അഭിനയിക്ക്. എന്നിട്ട് എനിക്കത് പറഞ്ഞു. ഓക്കെ, അപ്പൊ നമ്മുടെ മേഘയുടെ വീട്ടുകാരെത്തിയിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ his name is Nandu, and he completed his Bachelor of Fashion Technology in Apparel Engineering from NIFT Gandhinagar and currently working as an apparel engineer. So, നമ്മുടെ ഗ്രൂമിൻ്റെ ഫാമിലി മെമ്പേഴ്സിനെ ഞാൻ ഈ സ്റ്റേജിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യാണ്. ഒരു വലിയ കൈയ്യടി കൊടുക്കാം. Introducing the bride, Megha. She is the daughter of Mr. T.M. Basi and Mrs. Beena Basi, Titakara House, Elevaramad. And she completed B.Tech in Chemical Engineering from TKM College of Engineering from Kollam. നമ്മുടെ ബ്രൈഡിൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മുടെ സിസ്റ്റർ ഉണ്ട്, വർഷ ബാസി. And she is working at IBM as a strategy consultant, and her husband Rohit is a consultant in Deloitte. Deloitte family members ഏറ്റവും സ്നേഹത്തോടെ നമ്മുടെ ഈ സ്റ്റേജിലേക്ക് weightless and floats up like an ember through the dust clouds. I remember feeling like a drop in a stream down to an ocean, flooding, fading to a ghost. അതിന്റെ കറക്റ്റ് പ്രൊപ്പോഷനിലാവുമ്പോഴാണ് അത് മോസ്റ്റ് ടേസ്റ്റ്ഫുൾ ആവും. നന്നായിട്ട് അത് ആ ഒരു ഓരോ ഇൻസിഡൻസിനും അവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന അത് ചിലപ്പോ ഹാപ്പി ആകാം, ചിലപ്പോൾ അത്ര ഹാപ്പി ആയിരിക്കില്ല. എനിവേ ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന ഏതൊരു ഇൻസിഡൻസും അവർക്ക് ഈ ഒരു കേക്ക് പോലെ മധുരകരമാകാൻ ഇവരുടെ പരസ്പരമുള്ള ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്, ആ ഒരു മെന്റാലിറ്റി, പരസ്പരമുള്ള അവരുടെ ഒരു സ്നേഹം കൂടുതൽ അവരുടെ ആ ഒരു ഈ ഒരു ഹാപ്പി മാരീഡ് ലൈഫ് ഒത്തിരി സന്തോഷം അല്ലെങ്കിൽ മധുരകരമാകാനായിട്ട് അവർ ഇന്നു മുതൽ അതിനുവേണ്ടി പരിശ്രമിക്കുകയാണ്.
സോ നമ്മുടെ ഒരു ഫാമിലി മെമ്പേഴ്സിൻ്റെയും ഫ്രണ്ട്സിൻ്റെയും എല്ലാവരുടെയും സപ്പോർട്ട് അവർക്ക് ആവശ്യമാണ്. നമുക്കറിയാം ഒത്തിരി ചലഞ്ചസ് ഒക്കെ വരും. സോ എനിവേ ഈ ഒരു കേക്ക് പോലെ ഇവരുടെ ഒരു ലൈഫും ഏറ്റവും സ്വീറ്റസ്റ്റ് ആകാനായിട്ട് നമുക്ക് ഈ ഒരു നിമിഷം ഇവരെ ആശംസിക്കാം. അതുകൊണ്ട് നമുക്കൊരു വലിയൊരു കൈയ്യടി കൊടുത്തുകൊണ്ട് തന്നെ ഒരു കേക്ക് I knew I was playing with fire from the day that I met you. Memories replay in my mind, make it hard to forget you. Reason to run, reason to stay. Just one more night, I'll be okay. Used to be fine, now everything's changed. Don't know how much more we can take. Here we go. Don't wanna say goodbye. When will we realize we're better not together? Been here 1,000 times, least we can say we tried. When will we realize we're better not together? 'Cause neither of us wanna be alone. We're losing grip but we can't let go. I don't wanna fight, it's time to say goodbye. We need to realize we're better not together. The heat of the sun, now your vibe's getting colder. Screaming at the top of my lungs, and then I'm pulling you closer. Reason to run, reason to stay. Just one more night, I'll be okay. Used to be fine, now everything's changed. Don't know how much more we can take. Here we go. Say goodbye. When will we realize we're better not together? Been here 1,000 times, least we can say we tried. When will we realize we're better not together? 'Cause neither of us wanna be alone. We're losing grip but we can't let go. I don't wanna fight, it's time to say goodbye. We need to realize we're better not together. No, I don't wanna fight. It's time to say goodbye. Been here 1,000 times, least we can say we tried. We need to realize we're better not together. No, I don't wanna fight, don't wanna say goodbye. When will we realize we're better not together? Been here 1,000 times, least we can say we tried. When will we realize we're better not together? Together.
Your 20s are for spending hours and hours pretending we have plans and we have places we should visit, but everybody knows your 20s are for wasting time. 'Cause you could be with anyone you wanted, you could take that job they offered and move down by the ocean, but I love the way your hand feels when it's under mine. I don't wanna take the world for granted while I'm still trying to understand it. The more I live, I am convinced everyone just wants to be in love. This world makes me dizzy, how we get so busy. No one tries to take the time it takes to turn your love into a love, your friends into a family. Well, I don't want any false religion. I will practice loving you with no conditions, and I'll give up what I have to just so I can have you. Everybody's chasing something, but they don't know they're chasing someone. The more I live, I am convinced everyone just wants to be in love. Lots of little life we take for granted when we finish our Decembers empty-handed, but I'm never empty-handed when I'm holding your hand. And I may never be a politician or make a lot of money or hold a high position, but baby, you're my mission and all my glory days are yours. I don't wanna take the world for granted while I'm still trying to understand it. The more I live, I am convinced everyone just wants to be in love. ഒരു 5 years older ആണ്. അപ്പോൾ ഓൾവേസ് ഞാൻ എന്താ പറയാ, എനിക്കിപ്പോഴും ഒരു റെസ്പെക്ട് ഉണ്ട്. അങ്ങനെ ഒരു ഫോർമൽ ലെവൽ ടച്ച് ആയിരുന്നു ഞാനും ചേട്ടനും തമ്മിൽ. അപ്പോൾ ആളെ പറ്റി പറയുകയാണെങ്കിൽ ആള് പക്ഷെ ഭയങ്കര നോട്ടിയായിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യത്തിലും ഭയങ്കര കുറുമ്പായിരുന്നു. ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടില് ഇപ്പൊ സ്കൂളിൽ നിന്നൊക്കെ ബാക്കിയുള്ള കുട്ടികളുടെ പാരന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരുന്നു കുറെ കാലം. ലൈക്ക് 4th to 5th സ്റ്റാൻഡേർഡ് വരെ അങ്ങനെയായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ഇവനിടിച്ചു, തല്ലി, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട്. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ വളർന്നിപ്പോ ഈ ഒരു സ്റ്റേജൊക്കെ ആയില്ലേ. അതെ, ഞാൻ പക്ഷെ ഭയങ്കര അവനേക്കാളും അവൻ ഞാൻ 2nd സ്റ്റാൻഡേർഡ് ആയിരുന്നപ്പോ അവൻ 7th സ്റ്റാൻഡേർഡ് 8th സ്റ്റാൻഡേർഡ് ആയിരുന്നു. അപ്പോ എന്താ പറയാ, അങ്ങനെ ഒരു ബോണ്ടിങ് റെസ്പെക്ട് അത്ര ക്ലോസ് അല്ലായിരുന്നു. കാരണം ഒരു ഏജ് ഇത്ര ഉണ്ടല്ലോ, ഭയങ്കര റെസ്പെക്റ്റിലാണ് കണ്ടോണ്ടിരുന്നത്. പിന്നെ അപ്പൊ ഭയങ്കര ആള് നോട്ടിയൊക്കെ ആയിരുന്നു. പിന്നെ വലുതായി ഇപ്പൊ ഈ നിലയിലൊക്കെ ഇപ്പൊ ആള് കുറച്ചൊരു എന്താ പറയാ ശാന്തനായി. മേ ബി മേഘ ചേച്ചി ആവും കാരണം
പഴയ പോലെ ഒന്നും ആള് ഭയങ്കര ഇപ്പൊ എന്താ പറയാ പെട്ടെന്ന് ഇങ്ങനെ ടെമ്പർ ഒന്നും കയറില്ല. ഇപ്പൊ പഴയ പോലെ ഒന്നും ആള് ഒത്തിരി ശാന്തനായ ആള്. പിന്നെ ചേച്ചിയെ പറ്റി പറയുകയാണെങ്കിലും ഞാൻ ഇപ്പോ 1 വർഷമായി പുള്ളിക്കാരിയായിട്ട് പരിചയം. ഞാൻ മുംബൈയിൽ വെച്ച് കണ്ട ചേട്ടന് വെറുതെ ഇൻഫോം ചെയ്തുള്ളൂ. പക്ഷെ ഞാൻ പോയി കണ്ടു. ചേച്ചി ഈസ് റിയലി ഗുഡ് വിത്ത് ഹിം. ആളെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. വീട്ടിലൊക്കെ എനിക്കെന്നല്ല, വീട്ടിലെ അമ്മയും അച്ഛനായാലും പോലും അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. പക്ഷെ ചേച്ചിയുടെ അടുത്ത് വരുമ്പോ ആള് എപ്പോഴും എന്താ പറയാ ആ ഒരു ടൈം ചെയ്ത് ആളെ നിർത്തുന്നുണ്ട്. അപ്പോ ഐ തിങ്ക് ഇറ്റ്സ് എ ഗുഡ് കപ്പിൾ. മെമ്മറി എന്ന് പറയുമ്പോ ലൈക്ക് 3 years ബാക്ക് ഒരു ഫോൺ കോളിലൂടെ ആയിരുന്നു ഞാൻ എന്താ പറയാ ഇവര് വർക്ക് ചെയ്യായിരുന്നു ഒരുമിച്ച്. അങ്ങനെയാണ് ഇവര് കണ്ടുമുട്ടിയത്. അപ്പോ ഒരു ദിവസം ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞ ടൈമാണ്. അപ്പൊ ഞാൻ വിളിച്ചു ഇവനല്ല ചേട്ടൻ. വിളിച്ചപ്പോ ഈ ചേച്ചി എടുത്തേ ആകെ ബ്ലാക്ക് ഔട്ടായി. ഹലോ എന്ന് പറഞ്ഞപ്പോ ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ആരാന്ന് വിചാരിച്ചു. അപ്പൊ ഹലോ എന്ന് പറഞ്ഞപ്പോ പുള്ളിക്കാരും മിണ്ടുന്നില്ലായിരുന്നു. അപ്പൊ അതിട്ടൊന്ന് ചിരിച്ചിട്ട് ഹലോ എന്ന് പറഞ്ഞിട്ട് ചേട്ടന് കൊടുത്തു. അപ്പൊ പിന്നെ എനിക്ക് ഡൗട്ടായി ഇത് ആരാ, ഒന്നും ഇങ്ങനെ ആരും പറഞ്ഞിട്ടില്ല ഇതിനെ പറ്റിയൊന്നും. അപ്പൊ അതിനുശേഷം പിന്നെ ഭയങ്കര സീക്രട്ടീവ് ആയിരുന്നു ഇതിനെ പറ്റി. കസിൻസ് ഒക്കെ കൂടുമ്പോ പറയായിരുന്നു. പക്ഷെ ഞാനെപ്പോഴും എന്റെ കസിൻസ് ആയാലും ഇവർക്ക് ഒരു ഏജ് ഗ്രൂപ്പ് ആയ കാരണം എന്നെ ഇങ്ങനെ എപ്പോഴും കുഞ്ഞു കൊച്ചായിട്ട് കാണും. അപ്പൊ ഞാൻ വരുമ്പോ ഇവര് ഇങ്ങനെ തള്ളി വിടും ഇവിടാന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ദെൻ എനിക്കറിയില്ലായിരുന്നു എന്താ പറയാ ഇത്രയും കാലം അവര് ഡേറ്റ് ചെയ്തു. ഇപ്പോ ഇറ്റ് കെയിം ടു എ മാരേജ് by God's blessing. I think they are lucky enough to marry someone who like they dated for a long time, then they married, and that itself is a wonderful thing. And they are lucky, and we are blessed with a good family. Our family ആയാലും ഭയങ്കര ജോളിയാണ്. ലൈക്ക് everyone is so happy every time, jolly, നല്ല വൈബാണ് അവർ. അപ്പോൾ I think my brother is lucky. അവരുടെ ഫാമിലിയിലും ചേച്ചിയായാലും ഷീ ഈസ് റിയലി ഗുഡ്. ആൻഡ് ഈ മാരേജിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് എന്താ പറയാ ആ ഒരു എനിക്ക് വിശ്വാസം, ഐ കാൻ ബിലീവ് ദാറ്റ് ലൈക്ക് വി ഹാവ് ഗ്രോൺ അപ്പ്. എനിക്കിപ്പോഴും ആ ഒരു എന്താ പറയാ ചേട്ടൻ ഇത്ര വലുതായി എന്നുള്ളൊരു വൈബ് എനിക്കിപ്പോഴും ഇല്ല. അങ്ങനെ ആളിപ്പോ കല്യാണം കഴിഞ്ഞു. എനിക്ക് ഐ കാൻ തിങ്ക് അബൌട്ട് ദാറ്റ് തിങ് ലൈക്ക് ഈസ് മാരീഡ് നൗ. പുതിയൊരു അംഗം കൂടി വന്നു വീട്ടില്. അപ്പോ ചേച്ചി ഐ കാൻ സേ ഹൗ ഐ എം ഫീലിംഗ് റൈറ്റ് നൗ. അതാണ് ഐ തിങ്ക് രണ്ടുപേരുടെയും ബിഹേവിയർ പാറ്റേൺ ആയാലും ഒരു ക്യാരക്ടർ ആയാലും എക്സ്ട്രീം ഓപ്പോസിറ്റ്. ഐ തിങ്ക് അങ്ങനെയുള്ളവരായിരിക്കണം ലൈക്ക് അട്രാക്ട് ഈച്ച് അതർ, ഓപ്പോസിറ്റ് അട്രാക്ട് ഈച്ച് അതർ. അങ്ങനെ വേണം പറയും. ഇപ്പൊ ഇവരുടെ റിലേഷൻഷിപ്പ് ആയാലും ചേട്ടനാണെങ്കിൽ ഞാൻ അത്ര ഔട്ട് ഗോയിങ് അല്ല, ഇൻട്രോവേർട്ട് ടൈപ്പാണ്. പക്ഷെ മേഘ ചേച്ചി ഈസ് ഡിഫറെന്റ് ഫ്രം ദം. ഷീ ഈസ് ലൈക്ക് ഷീ ഈസ് വെരി ടോക്കറ്റീവ്, ഷീ ഈസ് വെരി എനർജറ്റീവ്. അങ്ങനെയല്ല ചേട്ടനും അങ്ങനെ തന്നെ, പക്ഷെ ദേ ആർ ദ ഓപ്പോസിറ്റ്. പിന്നെ അതുകൊണ്ട് ഇറ്റ്സ് എ നൈസ് ജോഡി അങ്ങനെ പറയാം. അങ്ങനെയുള്ളവരല്ലേ ശരിക്കും ലൈക്ക് ഓൾ ടൈം ദേ മേക്ക് എ ഗുഡ് പെയർ, റൈറ്റ്? അത് തന്നെയാണ് എനിക്കും ഇവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയാനുള്ളത്. മേഘ ചേച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ ഈസ് ഓൾവേസ് റെഡി ടു ഡു എനിത്തിങ്. ഒരു പ്ലാൻ, ഷീ ഓൾവേസ് മേക്സ് പ്ലാൻ ആൻഡ് കോർഡിനേറ്റ് എവറിത്തിങ്. ആൻഡ് ഷീ ലവ്സ് ടു keep people together, and make the scene beautiful. ചേട്ടനെ പറ്റി പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ he always love to എന്താ പറയാ വളരെ സിൻസിയർ ആണ് എല്ലാ കാര്യത്തിലും. he puts everything when he do something. and ആള് എന്താ പറയാ ഇപ്പൊ ഒരു കാര്യം എന്തെങ്കിലും നമ്മൾ ആളോട് പറഞ്ഞു കഴിഞ്ഞാൽ he'll work for that and make sure that that thing is there. അങ്ങനത്തെ ഒരു മൈൻഡാണ്. പിന്നെ എല്ലാവരും he gives importance to every minute details for everything. Like even for if it's an event, for ഒരാള് എല്ലാവരും ഈക്വൽ ആയിട്ട് കണ്ട് അവരെല്ലാവരെയും കൺസിഡർ ചെയ്തൊക്കെ ആയിരിക്കും ആള് ഇത് കോർഡിനേറ്റ് ചെയ്യുക. അഡ്വൈസ് കൊടുക്കാൻ മാത്രം ഞാൻ
എന്താ പറയാ അത്ര എനിക്ക് തോന്നുന്നില്ല ഐ എം നോട്ട് ദാറ്റ് മെച്യൂർ. പിന്നെ വീട്ടിലും ഒരു മാരേജ് പുതിയ ഫസ്റ്റ് ആണ്. അങ്ങനെ ഒരു മൈ കസിൻസ് ഗോട്ട് മാരീഡ്, ബട്ട് എന്റെ വീട്ടിൽ ഇപ്പോൾ ആദ്യത്തെയാണ്. അപ്പോൾ എനിക്കൊരു അഡ്വൈസ് ആയിട്ട് കൊടുക്കാൻ എനിക്ക് അങ്ങനെ പറയാൻ മേഘ ചേച്ചിയോടെ പറയുള്ളൂ, ഇവനെ സഹിക്കണം. ആളെ ഹാൻഡിൽ ഇത്തിരി പാടാണ് ഞങ്ങൾക്ക്, പക്ഷെ പുള്ളിക്കാരി ഷീസ് ഡൂയിങ് ഫൈൻ. അപ്പോ കീപ് ഗോയിങ്, അത് തന്നെ ഇത്ര ഉള്ളു പറയാം. I'm not running from the casualties, 'cause it mattered but it's not bad for me, 'cause we're living in a masterpiece, yeah. Lately, when life is moving way too fast for me, but I've been taking off my mask to see that we're